ഒരാൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജുഡീഷ്യറിയാണ്, മാധ്യമങ്ങളല്ല, ഇവിടുത്തെ വ്യക്തികളല്ല. അതിനാണ് ജുഡീഷ്യറി സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ജുഡീഷ്യറി സംവിധാനത്തിൽ കീറി അവരെ പരിശോധിച്ചിട്ട് ഒരു ഇഞ്ച് പോലും, ഒരു ചെറിയ കണിക പോലും ഇയാളുടെ മേൽ സംശയത്തിന്റെയോ ഗൂഢാലോചനയുടെയോ പങ്കില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അയാളെ വെറും 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 നിരപരാധിയായി പറഞ്ഞയച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇനി അപ്പീൽ പോകുക. പൊക്കോ. അത് ദിലീപ് CBI പോകുന്നുണ്ട്. യു വെയിറ്റ്. അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് വരും. അതിന് ദിലീപിനൊരു 80 വയസ്സാവും. അതുവരെ ദിലീപ് സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണം. ഇത് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം. ദിലീപിനെ ഇല്ലാതാക്കുക. ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടും ഇയാളെ ഇല്ലാതാക്കണം. ഇയാളുടെ പേഴ്സണൽ ഗ്രഡ്ജാണ്. ഇയാളെ തീർക്കണം. ഇയാളെ വെച്ച് പറപ്പിക്കില്ല. അത് എന്ത് 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 ഫെമിനിസമാണ്? ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വാലിറ്റിയാണ്, ആണും പെണ്ണും തമ്മിൽ. ഇത് സൂഡോ ഫെമിനിസമാണ്. ഒരാളുടെ മേൽ എന്ത് ചെയ്യുകയാണ്? ഒരാളോട് ദേഷ്യമാണ്. ഇയാളെ താഴെ ഇറക്കണം. ഇയാൾ വലിയവനായി, ഇയാൾ വലിയ നടനാണ്, ഇയാളുടെ സാമ്പത്തികമുണ്ട്, ഇയാൾക്ക് പത്രാസുണ്ട്, എന്നാൽ ഇവനെ ഒന്ന് നിലത്തിട്ട് ചവിട്ടി കൂട്ടി ഇവനെ അങ്ങ് തീർത്ത് കളയാം എന്നതാണ് സൂഡോ ഫെമിനിസം. ഫെമിനിസം കണ്ടുപിടിച്ചത് തന്നെ എല്ലാവർക്കും ആണും പെണ്ണും തമ്മിൽ. അതാണ് വിദേശ രാജ്യങ്ങളിൽ. ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കലിപ്പം തീർക്കണം. ദിലീപ് നിരപരാധിയാണെന്ന് 2000 പേജുള്ള ഇതിലൂടെ വർഷങ്ങൾ നീണ്ട ലീഗൽ പ്രൊസീഡിങ്സിലൂടെ ഒരു കോടതി നിഷ്പക്ഷമായി കണ്ടെത്തിയിരിക്കുക. ഒരു കണിക പോലും, ഒരു പൊടി പോലും ഇയാളുടെ മേൽ